മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്ന് വൻ 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 എന്താ പറയുന്നത്, വൻ യാത്രയായിരുന്നു അല്ലേ. നമ്മളിന്ന് രാവിലെ എന്താണ് സംസാരിച്ചത്? ഇന്ന് എല്ലാവരും രാവിലെ ശരിക്കും പേടിച്ചു പോയി അല്ലേ. 250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കാണിച്ച നിഫ്റ്റി അവസാനം നമ്മൾ -50 പോയിൻറ്റിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാവരുടെയും കാറ്റ് പോയി അല്ലേ. സി എടുത്ത ധാരാളം ആൾക്കാരുണ്ട്, പി എടുത്തവരുണ്ട്. എല്ലാവരും വണ്ടറടിച്ച് എന്തു ചെയ്യും എന്ന് വണ്ടറടിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സിറ്റുവേഷനിലാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് വളരെ അസന്നിഗ്ധമായിട്ട് ഞാൻ വോയിസ് ഇട്ടു. ആ വോയിസ് ഞാൻ വാഗോണ്ട് പറയുന്നില്ല, നിങ്ങൾ കേൾക്കുക. ആ വോയിസ് കൊണ്ട് രക്ഷപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങളായിരുന്നു. പക്ഷേങ്കിൽ സി ഹോൾഡ് ചെയ്തവർക്കൊക്കെ നമ്മുടെ വോയിസ് അതൊരു ഭയങ്കര എന്താ പറയുന്നത്, അവരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം, എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും വണ്ടറടിച്ചിരിക്കുമായിരിക്കും അല്ലേ. പണി എന്ന് പറഞ്ഞാൽ 1.5 പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് തന്നെ പോകും. ഓക്കെ, നേരെ മുകളിലോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 25,842 മാർക്കറ്റ്. കറക്റ്റ് നമ്മുടെ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ഇതിന് മുകളിലോട്ട് തന്നെ പോകും, നമ്മുടെ ട്രെൻഡ് ലൈനിന് മുകളിലോട്ട് തന്നെ പോകും. ഏകദേശം ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 25,931 അതിന് മുകളിൽ തന്നെ ഏകദേശം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ വോയിസ് ഇടാം. എന്തായാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. പക്ഷെ ഇതൊരു ട്രാപ്പാന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, നിഫ്റ്റി 100 പോയിന്റ് അടുത്ത് ഗ്യാപ്പ് കാണിക്കുകയും 50 പോയിന്റ് നെഗറ്റീവ്ലി നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ടെൻഷൻ ആവേണ്ട കാര്യമില്ല ആരും. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും, ഉറപ്പാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വോയിസ് ഞാൻ ഇട്ടതിന് ശേഷം ധാരാളം ആൾക്കാർ പേഴ്സണൽ മെസ്സേജ്, സാറേ രക്ഷപ്പെടുത്തിയില്ല, ഞങ്ങൾ തകർന്നു പോയേനെ എന്ന് പറഞ്ഞ് ധാരാളം. അപ്പോൾ ഇതെങ്ങനെയാണ് പലരും സാറേ ഇതെങ്ങനെ പറയാം, ഇത് കൃത്യമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഇത് എക്സ്പീരിയൻസ് ആണ്. ഇത് നമുക്ക് അത് ഒരു ദിവസം ഒരു ക്ലാസ്സിനകത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള എങ്ങനെ ഒരു ട്രിക്ക് കൊണ്ടോ ഒന്നും പറഞ്ഞുതരാൻ നമുക്ക് അത് അങ്ങനെ നടക്കുന്ന കേസല്ലത്. അത് നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആ യഥാർത്ഥ സമയത്ത് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം എന്നിടത്താണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ വിജയം. മനസ്സിലായി പറഞ്ഞേ. ഒരു ട്രേഡ് എടുത്തതിന് ശേഷം അല്ല ഒരു ട്രേഡിങ് ജേണിയിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ ആക്ഷൻ എപ്പോൾ എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ട്രേഡിങ് ജേണി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നാളെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റ് 50 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഏകദേശം ഈ 840 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വളരെ ജമ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ 25,930 ഈ ഏരിയ നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വൺ വേ റാലി. അപ്പോൾ അവസാന നിമിഷം സി എടുത്ത് വെച്ചിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. ഈ പോയിന്റ് നമ്മൾ ഇവിടെ ഓൾറെഡി ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത പോയിന്റ് ഈ പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ പോയിന്റിൽ എത്തിയതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് റാലി 26.025 ശേഷം ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കും എന്ന് പറഞ്ഞു. ആരോ വരച്ചിട്ടു, എഴുതിയും വെച്ചു ഞാൻ എഴുതിയും വെച്ചു. അതിനുശേഷം ഗംഭീരമായിട്ട് മാർക്കറ്റ് ഇന്ന് മൊത്തത്തിൽ ഏകദേശം ഒരു 350 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്തു. ബോട്ടത്തിൽ നിന്ന് 320 പോയിൻ്റ് അല്ലാതെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് യാത്ര ചെയ്തു. മൊത്തം താഴെ നിന്ന് കൂട്ടുവാണെങ്കിൽ ഒരു 370 പോയിൻ്റോളം മാർക്കറ്റിൽ നിന്ന് ട്രാവൽ ചെയ്തു. നല്ല രീതിയിൽ എനിക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 200 പോയിൻറ്റ് 250 ഇവിടം വരെ ഉള്ളൂ. എനിക്ക് 26,172 ഇവിടം വരെയാണ് എൻ്റെ പോയിൻറ്റ്. ഇവിടം വരെ ഞാൻ സുഖസുന്ദരമായിട്ട് പിടിച്ചു. ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടെ നമുക്ക് എൻട്രി ഒന്നുമില്ല.
നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനുള്ളത് ദാണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി. കാരണം ഇവിടെ എങ്ങും നമുക്ക് കയറാൻ പറ്റത്തില്ല, പിന്നെ ചാടി കയറുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ചാടി കയറിയിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് ചാടി കയറാനേ പറ്റത്തില്ല. കൃത്യമായി നമുക്ക് പ്രൈസ് ആക്ഷൻ വഴി ഒരു എൻട്രി എടുക്കാനുള്ള ഒരു അവസരമില്ല. ഉണ്ട്, ദാണ്ട് ഇവിടെ ആയിരുന്നു, പക്ഷേ ഇവിടെ കൺഫർമേഷൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ മാത്രം ഒരു എൻട്രി നമുക്ക് പറയാനുള്ളൂ. ഒരു വൺ വേ റാലി ആയിരുന്നു, ധാരാളം പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം ഇതെങ്ങനെയാണ് ഇത് ഈ റാലി നടക്കുമെന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്തത്, അതുകൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് കൺഫേം ചെയ്തതെന്ന്. ഇതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, അതിനുശേഷം ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും 26,000 ഭയങ്കരമായിട്ട് കോൾ റൈറ്റിംഗ് ഉണ്ട് അല്ലേ. 26,000 ഭയങ്കരമായിട്ട് കോൾ റൈറ്റിംഗ് ഉണ്ട്. അപ്പം 26,000 മുകളിലോട്ട് മാർക്കറ്റ് പോവുകയും ചെയ്തു. 25,924 ഇവിടെ കഴിഞ്ഞത്. 26,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പറക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യം അതുകൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. നിലവിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,000 നല്ലപോലെ കോൾ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,000 കോൾ റൈറ്റ് ചെയ്തേക്കുന്നതായിട്ടെല്ലാം ഷോർട്ട് കവർ ചെയ്യേണ്ടി വരും. അവരെല്ലാം ഇറങ്ങി ഓടേണ്ടി വരും. അങ്ങനെ ഇറങ്ങി ഓടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മാർക്കറ്റ് ഇനിയും ഫർദറായിട്ട് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെയും ഒരു പ്രതീക്ഷ. നമ്മുടെ 26,025 ഇന്നലെ പറഞ്ഞല്ലോ, 26,025 കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലോട്ട് തന്നെ നോക്കിയാൽ താഴോട്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ 26,025 സസ്റ്റെയിൻ ചെയ്യണം. അതിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് തന്നെ മുകളിലോട്ട് പോകും. there is no doubt. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിനകത്തിൽ 26,000 കോൾ റൈറ്റ് ചെയ്തിട്ട് ഇറങ്ങി ഓടുമ്പോൾ ഷോർട്ട് കവറിങ് നടക്കും, മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ടല്ലോ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ റാലി നടന്നു. ഞാൻ പറഞ്ഞു 26,025 കവർ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് റാലി നടക്കുന്നു. വരച്ച് വരെ ഇട്ടു. ഇതാ നോക്കുക, മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. 26 ഇത് വേറെ മിഡ് ക്യാപ്പാണ്. ഇതാ നോക്കിക്കേ, ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അവസ്ഥയാണ്. മറ്റേ 7 മണിക്ക് ഇട്ടത് 7:10 10 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? പുട്ട് റേറ്റിംഗ് കൂടി, കോൾ റേറ്റിംഗ് നേരെ കുറഞ്ഞു. കണ്ടോ? പുട്ട് റേറ്റിംഗ് കൂടി, കോൾ റേറ്റിംഗ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഷോർട്ട് കവറിങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താ, ഇവിടെ ഉള്ളവരെല്ലാം ഷോർട്ട് അവർ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുന്ദരമായിട്ട് ഞാൻ പറഞ്ഞു 26,025 ക്രോസ് ചെയ്ത് സുന്ദരമായിട്ട് ശങ്കരൻ അഗെയിൻ ദ കോക്കനട്ട് ട്രീ എന്നുള്ള പിക്ചറാണ് ഇവിടെ ഇട്ടതിന്. വീണ്ടും പഴയടത്ത് തന്നെ വന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ഭയങ്കര ബുള്ളിഷായിട്ട് മുകളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പം അതിനുശേഷം പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഓപ്പൺ ഇൻട്രസ്റ്റ് 7:23 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഓപ്പൺ ഇൻട്രസ്റ്റ് വീണ്ടും പോട്ട് റേറ്റിംഗ് കൂടി, കോൾ റേറ്റിംഗ് കുറഞ്ഞു. അപ്പം ബാക്കി കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും, ചേട്ടാ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പൊന്നുമക്കളെ നിങ്ങളോട് പറയാം, ഗ്രൂപ്പിൽ ചേരാനുള്ള പിന്നെ എന്തെങ്കിലും ക്യാൻവാസിങ് പരിപാടിയൊന്നുമല്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം അവിടെ എന്താ സംഭവിക്കുന്നുള്ള കാര്യം. നമ്മളവിടെ കോളോ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. മാർക്കറ്റിൽ ലൈവായിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നുള്ള ഡയറക്ഷൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കോൾ എടുക്കുവോ, പുട്ടെടുക്കുവോ, നിങ്ങൾ പഠിക്കുവോ, നോക്കി കാണുവോ, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം, ഞാൻ ഈ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉദ്ദേശം വെച്ചാൽ നിങ്ങളെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പരിശീലിപ്പിക്കുക. സ്വന്തമായിട്ട് ട്രേഡ് എടുത്താൽ നിങ്ങൾ വിജയിക്കുക. അതാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. അത് ഞാൻ ചെറിയ സബ്സ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ചാടിയാനത്ത് കയറും. പഴയ ഗ്രൂപ്പ് അറിയാതെ 2000 പേരുണ്ട്, പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു ചായക്കാശ് പോലെ നമ്മളവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കുന്നത്. അല്ലാതെ ഇത് വേറെ വലിയ പണസമ്പാദന മാർഗ്ഗങ്ങളോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫ്രീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ചാടിയാനത്ത് കയറും. ആവശ്യമില്ലാത്തതിനും എല്ലാം ചാടി കയറും. പിന്നെ ഞാനും എല്ലാം തപ്പി നടക്കണം. അറിയാമല്ലോ കഴിഞ്ഞ നാളുകളുണ്ടായ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഫീ സബ്സ്ക്രിപ്ഷനായിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്പർ ഇട്ടേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആരും കോളും പുട്ടും അല്ലെങ്കിൽ ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം പ്രതീക്ഷിച്ചൊന്നും ആരും അങ്ങോട്ട് വരണ്ട. ഓക്കെ, നമുക്കവിടെ ഉള്ളത് ഈ മാർക്കറ്റ് ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല നമുക്ക് ആരെയും കയ്യെ പിടിപ്പിച്ച് ട്രേഡ് എടുപ്പിക്കാനോ വിജയിപ്പിക്കാനോ പിന്നെ സിഗ്നൽ എന്താ സാറേ, സിഗ്നലുണ്ടോ? സിഗ്നൽ കൊടുക്കാനോ പരിപാടിയൊന്നും നമുക്കില്ല. നമുക്കിതൊക്കെ ഉള്ളു കൊടുക്കാൻ. നമ്മൾ പഠിപ്പിക്കുക. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? പഠിക്കുക, പഠിച്ച് നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ,
അതിനുശേഷം ഒരു വൺ വേ റാലി കിട്ടി. ഓക്കെ, അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വേറെ പറയാനൊന്നുമില്ല. ഈ ഷോർട്ട് കവറിങ് റാലി നമ്മളിവിടെ കൺഫേം ചെയ്തു. അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡ് കൂടി വന്ന് നല്ലൊരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് കിട്ടി. അവസാന നിമിഷം നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിച്ചെങ്കിലും വന്നില്ല. മാർക്കറ്റ് അവിടെ തന്നെ നിന്നു. നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഈ ഓപ്ഷൻ ബയേഴ്സിനെ ഭരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? ഈ ഒരു മാർക്കറ്റ് ഒരു 10, 100, 150 പോയിന്റ് കയറി കഴിയുമ്പം ഉടനെ ഇപ്പം വീഴുന്നൊരു ധാരണയുണ്ട്. ആ ധാരണ നിങ്ങൾ മാറ്റി വെക്കണം. ഇന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാർക്കറ്റ് 100-200 പോയിന്റ് പൊട്ടി കഴിയുമ്പം ഇപ്പം വീഴും എന്നുള്ളൊരു പ്രതീതി ഉണ്ടല്ലോ, അത് തെറ്റാണ്. നിങ്ങൾ ആ പ്രതീതി മാറ്റി വെക്കുക. മാർക്കറ്റ് ഷോർട്ട് കവറിങ് നടക്കുകയാണെങ്കിൽ ആ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. അല്ലാതെ നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ അവിടെ ഒരു പക്ഷേ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം, നെവർ മൈൻഡ്. പക്ഷേ നമ്മുടെ സ്റ്റഡി എന്താണ്? മാർക്കറ്റ് ഷോർട്ട് കവറിങ് ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒരു വൺ വേ റാലിക്കുള്ള സാധ്യത പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്കെപ്പോഴും ധാരണ 200 പോയിന്റ് കയറി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ലിഫ്റ്റ് പൊട്ടും. 200 സാധാരണ 150-200 പോയിന്റാണ് നിഫ്റ്റി കയറാറുള്ളത്. അവിടുന്ന് മാർക്കറ്റ് പൊട്ടും. ചിലപ്പോൾ പൊട്ടാറുണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നലെ നല്ലൊരു സിവിയർ ഫോളും എക്സ്പയറി ആയിരുന്നു, പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ധാരാളം ഉണ്ട്. അപ്പോൾ അവരൊക്കെ പൊസിഷൻ റീക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇന്ന് കൂടുതലാണ് വളരെ. അപ്പം ഇതും പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ഡേറ്റ നോക്കണം. അവിടെയും ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ ഒരു കുറയ്ക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ഇന്ന് ഡേറ്റ വരുമ്പോൾ നമുക്കറിയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 200 പോയിന്റ് കയറി, 250 പോയിന്റ് കയറി, 300 പോയിന്റ് കയറി ഇപ്പം മാർക്കറ്റ് അവിടെ വീഴും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി മാറ്റി വെക്കുക, അങ്ങനെ ഒരു ചിന്തയെ മാറ്റി. ഇങ്ങനൊരു ചിന്ത അവർക്കുണ്ട്. ആർക്ക്? FISനും DISനും വലിയ ടീംസിനുണ്ട്. 300 പോയിന്റ് കയറി, ഈ പോയിന്റിലെത്തി. ഇപ്പം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഇത് എന്നെപ്പോലെ തന്നെ വരയ്ക്കാൻ അറിയാൻ ധാരാളം ആൾക്കാരുണ്ട് മാർക്കറ്റിൽ. ഞാൻ മാത്രമല്ല മിടുക്കൻ, ഇതുപോലെ വരച്ച് നോക്കിയിരിക്കുന്ന ധാരാളം ആൾക്കാർ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ വരുമ്പം അവർക്കറിയാം, വലിയ ടീംസിന് അറിയാം, ഇവിടെ വരുമ്പം ഇവർ PE ഉണ്ടാക്കും, PE എടുക്കും എന്ന് അവർക്ക് അറിയാം, PE ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ഈ PE ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ എന്ത് ചെയ്യും? പിന്നെ മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം SL അടിക്കും, പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഈ PE എടുത്തവൻ്റെ എല്ലാം കാശ് ഇവിടെ പോയി. ഇപ്പോൾ എന്നൊക്കെയൊക്കെ നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കും പലരും. നിങ്ങൾ ഈ പോയിന്റ് ഇത് PE എടുത്തിട്ടുണ്ടായിരിക്കും, ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടി വീണോ? ഇല്ല, പൊട്ടുന്ന പ്രതീതി വരുത്തി തീർത്തു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് പോയി, പിന്നെയും പൊട്ടൊന്ന് വരുത്തി തീർത്ത്, പിന്നെ മുകളിലോട്ട് പോയി. അപ്പം ഇത് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവവിശേഷമാണ്. അത് നമ്മൾ ശരിക്കും മാർക്കറ്റിലെ അനുഭവ പരിജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഇപ്പം നിലവിലെ ഈ മാർക്കറ്റ് എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോയത് അതോട് ചിന്തിക്കണം. 2 കാരണത്തിൻ്റെ പുറത്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം വാർ അവസാനിക്കുന്നത്, റഷ്യ യുക്രൈൻ തമ്മിലുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയിലെത്തി. ഒരു 28 സമാധാന കരാറുണ്ട്. ആ കരാറിനകത്തിൽ ഡീൽ ഉറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സെറ്റിലാകുമെന്നൊക്കെ ധാരണയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. രാവിലെ ഭയങ്കര റൂമറായിരുന്നു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും ആ കാര്യത്തിലൊരു ഒരു സമവായം വന്നിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ വരെ ഇതിന് സമവായം വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ന്യൂസ് ശ്രദ്ധിച്ചോടുക. ഉക്രൈൻ റഷ്യ വാറിനകത്തിൽ ഒരു ഡീല് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇനി ഒരു ഫർദർ മൂവ് മേലോട്ട് കാണത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, RBI 0.25 റേറ്റ് കട്ട് ഡിസംബർ മാസം, അടുത്ത മാസത്തിൽ അവർ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ഉണ്ടാകും എന്നൊരു സൂചന RBI ഗവർണർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് കൂടാണ് ഇന്ന് മാർക്കറ്റിൽ ഓടിക്കളിച്ചത്. അപ്പോൾ എന്നും ആ പോസിറ്റീവ്നെസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം നാളെ ഇനി മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ പീസ് കരാർ നിലവിൽ വരണം, അല്ല അതിനൊരു ക്ലാരിറ്റി വരണം. എന്നെങ്കിൽ മാത്രമേ ഇനി ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ നോക്കാം. നിലവിലത്തെ അവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ് ഓടുന്നത്. പക്ഷേ US ഫ്യൂച്ചർ ഇപ്പോഴും ഫ്ലാറ്റാണ്, 24 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നാസ്ഡാക്ക് 300 പോയിന്റ് അപ്പിലാണ്. എന്തായാലും ഇന്ന് രാത്രിയിൽ US മാർക്കറ്റിൻ്റെ ഗതി ഒന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് നാളത്തെ കാര്യം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഓൾ ടൈം ഹൈ ഇവിടെ നിൽക്കുകയാണ്. നാളെ ഓൾ ടൈം ഹൈ അടിക്കുകയോ ഇല്ലയോ നമുക്ക് കണ്ടറിയണം. പോസിറ്റീവ് ന്യൂസാണ്. ഉക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പോഴുകൂടെ 8 ബ്രേക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ
താഴോട്ടിറങ്ങി വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളതിന് കൃത്യമായിട്ട് വോയിസ് ഇടാം. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ അപ്സൈഡ് 700 പോയിൻറ്റിന് അപ്സൈഡാണ്. നമ്മൾ ഇന്നലെ ഈ പോയിൻ്റ് ആണ് 59 326 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ഒരു വര നമ്മുടെ ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. ഇനി അടുത്ത ലക്ഷ്യം 59,900 60,000 അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തില്ല നമുക്ക് കണ്ടറിയണം. നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഓക്കെ, നാളെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഭയങ്കര എന്താ പറയുക 60,000 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ടച്ച് ചെയ്യുന്ന ഒരു സുദിനമായിരിക്കും. ഓക്കെ, അത് സംഭവിക്കില്ല നമുക്ക് നാളെ നോക്കാം. സെൻസെക്സും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് 85-801 ലെവലിലോട്ട് അപ്രോച്ച് ചെയ്തു. അവിടെ എത്തിയില്ല എങ്കിലും നിങ്ങൾ ഈ ലെവലുകളൊക്കെ നോക്കി വെക്കുക. നാളെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നുള്ളത് ഈ ലെവലുകളൊക്കെ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഇന്നലെ 13,956 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഫർദറായിട്ടൊരു അപ്സൈഡ് കാണും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ എല്ലാ ലെവലുകളും കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുക്കുകയും ബ്രേക്ക് ചെയ്യുകയും സപ്പോർട്ട് എടുക്കുകയും ഒക്കെ ചെയ്തു. എല്ലാ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ലെവലുകൾ നാളെ നോക്കുക. നാളെ ഒരു പക്ഷെങ്കിൽ അപ്സൈഡ് 14,030 മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കാണാൻ പറ്റും. ഇല്ല ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 13,830 വരാൻ നമുക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ മിഡ് ക്യാപ്പിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് BSE ആണ്. BSE നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. BSE ആണ് ഇന്ന് മിഡ് ക്യാപ്പിനെ നല്ല രീതിയിൽ ഫസ്റ്റ് സെഷനിൽ പുഷ് ചെയ്തത് BSE ആണ്. പിന്നെ ഹീറോ മോട്ടോകോപ്പ് ഉണ്ടായിരുന്നു. ഡിക്സൺ ഇന്ന് നല്ല രീതിയിൽ 500 പോയിൻറ്റിനടുത്ത് ഡിക്സൺ ഇന്ന് ട്രാവൽ ചെയ്തു. അതുപോലെ കൊമിൻസ്. അപ്പോൾ നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുമ്പം മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പം അതിൻ്റെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മിഡ് ക്യാപ്പ് എങ്ങോട്ട് പോകും എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സമയത്തിന് പോകുന്നു. അപ്പം നാളെ നമുക്ക് ഇന്നത്തെ രാത്രിയുടെ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാവിലെ ഫർദർ ചിന്തയിലേക്ക് വരാം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത്. ഇന്ന് രാത്രിയുള്ള US മാർക്കറ്റിൻ്റെ ഗതി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ ഓർത്ത് എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും ലൈക്കുമാണ് നമ്മുടെ ചാനലിനെ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.